എലപ്പുള്ളി മദ്യ പ്ലാന്റ് പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ നീക്കം ശക്തമാക്കുന്നു. ഒയാസിസിന്റെ അപേക്ഷ വ്യവസായ വകുപ്പിന്റെ പരിഗണനയിലാണ്. ഏകജാലക ബോർഡിന്റെ നാളത്തെ യോഗം അപേക്ഷ പരിഗണിക്കും. അജണ്ടയിൽ ഉൾപ്പെടുത്തിയതിന്റെ നോട്ട് മീഡിയ വണ്ണിന് ലഭിച്ചു. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു, മദ്യ പ്ലാന്റ് പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല സർക്കാർ എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് പുനരുജ്ജീവിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതിന് പിന്നാലെ ഉണ്ട് എന്നിപ്പോൾ വ്യക്തമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സൈഫുദ്ദീൻ ജിൽസി, എലപ്പുള്ളിയിലെ മദ്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടതുമുന്നണിയിൽ തന്നെ വലിയ വിവാദങ്ങൾ രൂപം കൊണ്ടിരുന്നു. എന്നാൽ CPM ശക്തമായ നിലപാടെടുക്കുകയും CPIയുടെയും RJDയുടെയും ഒക്കെ എതിർപ്പിനെ തള്ളിക്കൊണ്ട് മദ്യ പ്ലാന്റുമായി മുന്നോട്ട് പോകുക എന്ന നയനിലപാടിലേക്ക് നീങ്ങിയിരുന്നു. ഇടതുമുന്നണി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും മദ്യ പ്ലാന്റ് കൂടുതൽ തൊഴിലവസരങ്ങളും മറ്റും സൃഷ്ടിക്കുന്നതിനാൽ സാമ്പത്തികമായി സർക്കാരിന് വരുമാനവും മറ്റും ഉണ്ടാകുന്നതിനാൽ മുന്നോട്ട് പോകണം എന്ന തീരുമാനം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഏറ്റവും സജീവമായി നടക്കുന്നതിന്റെ തെളിവുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എലപ്പുള്ളി മദ്യ പ്ലാന്റിനായുള്ള ഒയാസിസിന്റെ അപേക്ഷ വ്യവസായ വകുപ്പിന്റെ പരിഗണനയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യവസായ വകുപ്പിന്റെ ഏകജാലക ബോർഡിന്റെ നാളത്തെ യോഗം ഒയാസിസിന്റെ അപേക്ഷ പരിഗണിക്കും. അതിന്റെ അജണ്ടയുടെ നോട്ടാണ് മീഡിയ വണ്ണിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ വിവിധ വകുപ്പുകളിലെ തടസ്സങ്ങൾ പരിഹരിക്കുക എന്നതാണ് വ്യവസായ വകുപ്പിന്റെ ലക്ഷ്യം. അത് ഏകജാലക ക്ലിയറൻസിലൂടെ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏകജാലക ബോർഡിന്റെ നാളത്തെ മീറ്റിംഗ് വളരെ നിർണായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ 5.89 ഏക്കർ നെൽപ്പാടം മഴവെള്ള സംഭരണിയാക്കാനുള്ള അപേക്ഷയും ഏകജാലക ബോർഡിന്റെ പരിഗണനയിലേക്ക് ഒയാസിസ് കമ്പനിയുടേതായി എത്തുന്നുണ്ട്. നാളത്തെ യോഗത്തിലേക്ക് റവന്യൂ കൃഷി വകുപ്പുകൾ അതിശക്തമായി ഈ മദ്യ പ്ലാന്റിനെ എതിർക്കുമ്പോഴാണ് പദ്ധതിയുമായി വ്യവസായ വകുപ്പ് മുന്നോട്ട് പോകുന്നതിന്റെ വളരെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ നോട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാളത്തെ ഏകജാലക ബോർഡിന്റെ യോഗം ഇത് പരിഗണിക്കുകയാണ്. ഏകജാലക ബോർഡ് ക്ലിയറൻസ് നൽകിക്കഴിഞ്ഞാൽ മറ്റ് നടപടികളുമായി ഒയാസിസ് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. KSCB നൽകിയ NOCയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അപേക്ഷ ഏകജാലക ബോർഡിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സൈഫുദ്ദീൻ.